അതിഥി ദേവോ ഭവ എന്ന ഭാരതീയ സംസ്കാരത്തെ അനുവൃത്തമാക്കിക്കൊണ്ടാണ് തിരുവനന്തപുരത്ത് സംസ്കൃതി ആയുർവേദിക് സെന്റർ പ്രവർത്തിക്കുന്നത്. വെറുമൊരു ആയുർവേദിക് സെന്റർ മാത്രമല്ല സംസ്കൃതി. മറ്റു ആയുർവേദിക് സെന്ററിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്ക് വ്യത്യസ്തമായൊരു ഹോം സ്റ്റേ ആയിരിക്കും ഇവിടെ ലഭിക്കുക. ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ ഭഗവതേ നമഃ. ഈ സംസ്കൃതി എന്ന് പറയുമ്പോൾ അതിന് പിന്നിലെ കോൺസെപ്റ്റ് എന്തായിരുന്നു? സംസ്കൃതി എന്ന സ്ഥാപനം ഞങ്ങളൊരു 2019 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനൊരു 3-4 വർഷം മുന്നേ ഇതിൻ്റെ ഒരു ആലോചന നടക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു ഹോം സ്റ്റേ പോലെ ചെയ്യണം എന്നായിരുന്നു ഫസ്റ്റ്. ആ രീതിയിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഞങ്ങളുടെ ആ ഒരു കൺസെപ്റ്റ്. ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് വരുന്നതായിട്ടിനേക്കാൾ ഉപരി നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്ന നമ്മളെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെയാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു ഫീലാണ്. കാരണം അവരെ റൂം മാത്രമല്ല, അവർക്ക് വേണമെങ്കിൽ വെളിയിൽ വന്നിരിക്കാം. ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് ഈ ഒരു 4 കെട്ട് വീടെന്നുള്ളൊരു കൺസെപ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പണ്ട് മുതലേ. ആദ്യം ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റ് ഒരു ഡീറ്റെയിൽഡ് കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ അവരുടെ നമ്മളിപ്പോൾ ആയുർവേദ ടേം പറഞ്ഞാൽ നമ്മുടെ അവരുടെ ദോഷങ്ങളുടെ വികൃതി അനുസരിച്ചിട്ട് അതിനുള്ളൊരു ഇൻഡിവിജ്വൽ പാക്കേജാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മുടെ എല്ലാ പഞ്ചകർമ്മ ചികിത്സകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്പൈനൽ കെയർ, അതായത് ലോവർ ബാക്ക് കണ്ടീഷൻസിനും സെർവൈക്കൽ കണ്ടീഷൻസിനും വേണ്ടിയിട്ട്, ഈവൻ നീ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കണ്ടീഷൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് നമ്മൾ പഞ്ചകർമ്മയിൽ വൈതരണവസ്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ കൂടുതൽ കെയർ കൊടുക്കുന്നത്. വേണ്ടി വന്നാൽ നമ്മൾ ഇതിനൊപ്പം തന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിനൊപ്പം തന്നെ നമ്മൾ ഫിസിയോതെറാപ്പിയും കൂടെ അഡ്വൈസ് ചെയ്ത് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. Our way of living is unbalanced. So we are unbalanced, okay, in Occident. And I came for the first time in India, and I want to say it take me and ask me some question, and the day after, right now, we began the treatment, and how to say, I don't know, I feel good, I feel really better than when I arrived. It's great. വീട്ടിൽ നിന്ന് മാറി, അല്ലെങ്കിൽ സാധാരണ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലൊക്കെ താമസിക്കുമ്പോൾ ഒരു റൂമിനകത്ത് അടച്ചിട്ടിട്ട് അവർ പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അങ്ങനെ അല്ലെങ്കിൽ താമസിക്കുക എന്നൊക്കെയുള്ള ഒരു രീതിയിൽ നിന്ന് മാറി വേറിട്ട് ഇവിടെ നമുക്ക് അവരെ വീട്ടിൽ വന്ന് അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അതിൻ്റെ വേറൊരു പ്രത്യേക ഒരു സാഹചര്യമൊന്നും അങ്ങനെയില്ല. ആ ഒരു രീതിയിലാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ജീവിത സ്റ്റൈലെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹറിബറിയല്ലേ, എല്ലാവർക്കും ആകെ ഒരു ബിസി ലൈഫാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷന് വേണ്ടി വരുന്നവരുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ നോർമൽ ഇപ്പം ഞങ്ങൾക്ക് ആയുർവേദം അല്ലാതെ ഗസ്റ്റ് വരുന്നുണ്ട്. ഇപ്പം നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ വരുന്ന ഫോറിനേഴ്സൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒരു 1 നൈറ്റ് അല്ലെങ്കിൽ 2 നൈറ്റിനൊക്കെ സ്റ്റേക്ക് വരുന്നവരുണ്ട്. അവർക്കും നമ്മൾക്ക് ആയുർവേദം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പറയാറുണ്ട്, ഇനി ഞങ്ങൾക്ക് ഒരു ബോഡി മസാജ് വേണം, അല്ലെങ്കിൽ ഒരു 2 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് ഒരു മസാജ് വേണം. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. When I came here first, I was looking for a home outside of home. So it's perfect in terms of the place, the people, the environment. It's very nice, very nice.
നമ്മുടെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എല്ലാം പ്യൂർലി ഹെർബൽ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ അലോപ്പതി കുറ്റപ്പെടുത്തുകയല്ല, അലോപ്പതി അല്ലെങ്കിൽ ഹോമിയോപ്പതി ഒക്കെ നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി അലോപ്പതി നോക്കുകയാണെങ്കിൽ അവർ കൂടുതലും സപ്രസീവ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ പെയിൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പെയിൻ വന്നാൽ പെയിൻ റിഡക്ഷൻ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഒക്കെ കൊടുത്തിട്ട് അതിനുള്ള ബേസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഇതിലൊരു റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു പെർമനൻറ്റ് ക്യൂറാണ്, കൂടുതലും നാച്ചുറൽ ഫോം ഓഫ് അത് ഹെർബൽ കോമ്പിനേഷൻസ് ആണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും അതിൻ്റെ ഇപ്പോൾ ഒരു അസുഖത്തിൻ്റെ കാലത്തിനനുസരിച്ച് കാലപ്പഴക്കം അനുസരിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാനും കുറച്ച് താമസം എടുക്കും. പക്ഷേ ആ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ക്യൂർ ആയിരിക്കും. അതാണ് നമ്മുടെ ഒരു ആയുർവേദത്തിനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മുടെ കംപ്ലീറ്റ് ക്യൂർ, നമ്മളത് ടോട്ടൽ ബോഡിയെ ഹാർമോണൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് അല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. It's really nice. Everybody take care of you from 7 or 6 in the morning until you go to sleep. Everybody is caring of you. It's really nice. I needed that and I recommend to everybody. നമ്മളെല്ലാ പാക്കേജും ചെയ്യുന്നുണ്ട്. കുറേ പഞ്ചകർമ്മ തെറാപ്പി, അതായത് നമ്മുടെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. മിനിമം ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിന് മിനിമം നമുക്കൊരു 14 days വേണം. 14 days ഇല്ലാണ്ട് നമുക്കൊരു പഞ്ചകർമ്മ തെറാപ്പി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് നമുക്ക് ശരിക്കും സയൻറ്റിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടോക്സിൻസ് എല്ലാം സിറ്റുവേറ്റഡ്, അത് നമ്മുടെ ശാഖകൾ, അത് കയ്യിലും കാലിലും ഒക്കെയാണ് ഇരിക്കുന്നത്. അവിടുന്ന് ആ ടോക്സിൻസിനെ നമ്മൾ കോഷ്ടത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് നമുക്കൊരു ടൈമുണ്ട്. പിന്നെ ഈ പഞ്ചകർമ്മ തെറാപ്പി എല്ലാവർക്കും ചെയ്യാനും പറ്റത്തില്ല. അത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് മാത്രം, ആ പേഷ്യൻറ്റിൻ്റെ, അതായത് രോഗിയുടെ ശക്തിയും വ്യാധിയുടെ ശക്തിയും മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് പഞ്ചകർമ്മ തെറാപ്പി ചെയ്യാൻ പറ്റുള്ളൂ. വരുന്ന എല്ലാവർക്കും പഞ്ചകർമ്മ തെറാപ്പി ചെയ്യാൻ പറ്റുമെന്നാണ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് പഞ്ചകർമ്മ തെറാപ്പിക്ക് മിനിമം ഒരു 14 days നമുക്ക് വേണം. അല്ലാതെ ഇപ്പോൾ പഞ്ചകർമ്മ തെറാപ്പി ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്കൊരു ശമന തെറാപ്പി നമുക്ക് വേണമെങ്കിൽ 14 ദിവസം ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ 10 ദിവസം 12 ദിവസം ചെയ്യുന്നവരുണ്ട്, 14 ദിവസം ചെയ്യുന്നവരുണ്ട്, 21 ദിവസം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ കണ്ടീഷൻ അനുസരിച്ചിട്ട്. അപ്പം ഇപ്പോൾ വെയിറ്റ് റിഡക്ഷൻ പാക്കേജൊക്കെ ഇപ്പോൾ ആൾക്കാർ വരാണ്ട്, വെയിറ്റ് റിഡക്ഷൻ നമ്മൾ സ്ട്രിക്ട്ലി ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ സർട്ടൻ ഡയറ്റ് നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെർബൽ ജ്യൂസസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. വിത്ത് ഇൻറ്റേർണൽ മെഡിക്കേഷൻ, കഷായം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്കങ്ങനെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതും ഇൻഡിവിജ്വലാണ്. അപ്പോൾ എല്ലാവർക്കും കിട്ടുമെന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാനും പറ്റത്തില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ, അത് പേഷ്യൻസിൻ്റെ കണ്ടീഷൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹോർമോണൽ റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്കതിൽ താമസം എടുക്കും ആ വെയിറ്റ് റിഡക്ഷനൊക്കെ ഉള്ളത്. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പ്ലസ് യോഗ, പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനനുസരിച്ചുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ മെഡിറ്റേഷൻ ആണെങ്കിൽ അങ്ങനെ ഒരു മെഡിറ്റേഷൻ രീതിയിലേക്ക് അവർക്ക് പോകാം. പിന്നെ നമ്മുടെ ഈ പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്നതാണ് ഈ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പം തന്നെ ആ ഒരു ഗ്രീനറി അവർക്ക് അതൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. മാറിയിട്ട് അവർക്ക് അവരുടെ ഒരു പേഴ്സണൽ സ്പേസിലിരുന്നുകൊണ്ട് അവർക്ക് റിലാക്സ് ചെയ്യാം. ആ ഒരു കൺസെപ്റ്റാണ് ഉള്ളത്. പിന്നെ ഒത്തിരി പേരെയൊന്നും നമുക്കിതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. ഒരു വീടാകുമ്പോഴത്തേക്ക് നമുക്ക് വളരെ കുറച്ച് മെമ്പേഴ്സല്ലേ നമ്മളൊരു വീട്ടിൽ കാണുള്ളൂ. അതേ രീതിയിൽ തന്നെ നമുക്ക് കുറച്ച് ആളുകൾ മാത്രം വന്ന് താമസിക്കുക. അപ്പോൾ അവർ തങ്ങളിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മിങ്കിൾ ചെയ്യും, അവർ പരിചയപ്പെടും. അങ്ങനെയൊക്കെ ഉള്ളൊരു പോസിറ്റീവ്നെസ് ഉണ്ട് ഇതിൽ. പിന്നെ റിവ്യൂസ് നമുക്ക് ഒത്തിരി നല്ല റിവ്യൂസ് വരുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ റിവ്യൂ നോക്കുമ്പം എല്ലാവർക്കും മനസ്സിലാവും ഗസ്റ്റ് ഹാപ്പി. പിന്നെ ഗസ്റ്റിൻ്റെ ഹാപ്പിനെസ് ആണ് നമ്മൾ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് തന്നെ. അപ്പം അതിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസും ഇല്ല. It has a very unique customer base because not many people look for houses and houses which are made into small resorts and stuff. So I do recommend every time wherever I go. So it's very nice. I'm happy. I'm very happy. സംസ്കൃതി യുണീക്കാക്കുന്നത് ഒരു ഹോംലി കെയർ ആണ്. അതൊരു ഹോസ്പിറ്റലല്ല, ഒരു ഹോംലി കെയർ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതായത് നമുക്കൊരു ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ചുറ്റുപാട് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ, ഇവിടെ ഫ്രണ്ട്ലി ആൻഡ് ഹോംലി അറ്റ്മോസ്ഫിയർ, അത് തന്നെയാണ് നമുക്ക് കൂടുതൽ നമ്മൾ മറ്റുള്ള സ്ഥാപനത്തിൽ നിന്ന് നമുക്കൊരു യുണീക്കായിട്ട് നമ്മളിവിടെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത്.
സർവീസിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിലായാലും സംസ്കൃതി ഒരു കോംപ്രമൈസും ചെയ്യാറില്ല. പ്രോഫിറ്റുകൾ അല്ല ഇവിടെയുള്ളവർ പ്രാധാന്യം കൊടുക്കുന്നത്, അതിന് മറിച്ച് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നഗരത്തിൻ്റെ ബിസി ലൈഫിൽ നിന്നും മാറി നിങ്ങൾക്കൊരു പേഴ്സണൽ ഒരു സ്പേസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും സംസ്കൃതി ആയുർവേദിക് സെൻറ്റർ.